ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ നയന എല്ലാവരുടെ അരികിലേക്ക് വരിക. അപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ 50ാമത്തെ വാർഷികത്തിന് ഞാൻ മോടി പിടിപ്പിച്ചു കൊണ്ടുവന്ന വിഘ്നേശ്വരന് പൂജാമുറിയിലുള്ളതൊന്നും ആ വിഘ്നേശ്വരൻ ഒന്നിനും ആരെയും വിഷമിപ്പിക്കില്ല എന്ന് നയന പറയാം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വിഘ്നേശ്വരനാണ് എല്ലാത്തിനും കാരണം എന്നും പറഞ്ഞു ജലജ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കാം. നീ നിൻ്റെ ചേച്ചിയും ഇതിനകത്ത് കയറാൻ കാരണവും ഭഗവാൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഭഗവാനെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ, അത് ദൈവം നിന്നെയല്ലേ എന്ന് നയന ഇങ്ങനെ ഇവരോടെല്ലാവരോടും പറയുവാണേ. അപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് നയന യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. നയന യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ദേവയാനിയും ജയനും അജയനും ഒക്കെ പിന്നാലെ പോവുക. അപ്പോൾ ചന്തുമോളെ അവന്തിക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ചന്തുമോളുടെ നേരെ ചെന്നിട്ട് ഈ അവന്തിക മോൾ അങ്ങോട്ട് പോവണ്ട മോളെ എന്നും പറഞ്ഞുകൊണ്ട് അതിനിങ്ങനെ ചേർത്ത് പിടിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അബിക്ക് ജലജയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അതുപോലെ തന്നെ നവ്യയ്ക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അബിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, ജലജയ്ക്കും ഭയങ്കര സന്തോഷം. നയന പോയില്ലേ. അത് കഴിഞ്ഞിട്ട് ഇവർ പോകാൻ വണ്ടിയിലേക്ക് കയറാനായിട്ട് തുടങ്ങിയപ്പോഴേക്ക് നമ്മുടെ അജയൻ നയനയോട് മോളെ പറഞ്ഞ് വിളിച്ചു. അപ്പം എങ്ങനെയെങ്കിലും ആദർശിനെ പറഞ്ഞ് തിരുത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വാ മോളെ എന്ന് അജയൻ നയനയോട് പറയുക. അനിയാണെങ്കിലേ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അവൻ അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ആദർശേട്ടൻ പറയുന്നത് പോലെ ഞാൻ കേൾക്കാൻ ഇളയച്ചാന്ന് നയന അന്നേരം അജയനോട് പറഞ്ഞു. അങ്ങനെ നയന സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെച്ചു. അങ്ങനെ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അമ്മയെന്ന് വിളിച്ച് ഓടി ഇങ്ങോട്ടേക്ക് വന്നു ചന്തുമോള്. അപ്പോഴത്തേക്ക് നയന കൊച്ചിനെ ചാടി എടുത്തു. അപ്പോൾ കൊച്ച് ഭയങ്കര കരച്ചിൽ. നയനയാണെങ്കിൽ കുറേ ഉമ്മയൊക്കെ കൊടുക്കുക കേട്ടോ ചന്തുമോൾക്ക്. മോളോട് ഞാൻ എല്ലാം പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എൻ്റെ മോളിങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം മോൾക്ക് പിന്നെ സങ്കടം വരില്ലേ മോളെ എന്ന് ദേവയാനി ചോദിക്കുക. സ്വന്തം അമ്മയെപ്പോലും കാണണമെന്ന് മോൾക്ക് തോന്നിയിട്ടില്ല ഇവിടെ വന്നതിന് ശേഷമെന്ന കാര്യം ദേവയാനി പറയണു. അത് നീ കാരണമല്ലേ മോളെ, അങ്ങനെയുള്ള നീ യാത്ര പറഞ്ഞു പോകുമ്പോൾ മോൾക്കത് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ എന്നും ചോദിച്ചു. നീ രണ്ടും കൂടി ഇങ്ങനെ പറഞ്ഞാലോ ദേവേ, മോളെങ്കിലും ഇവിടെ വേണമെന്ന് നീയല്ലേ വാശി പിടിച്ചത് എന്ന് ജയൻ അന്നേരം പറഞ്ഞു. അപ്പോഴത്തേക്ക് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ കുറച്ച് ദിവസം എൻ്റെ മോള് ഇവിടെ നിൽക്കേ, ശനിയും ഞായറും ഞാൻ വന്ന് മോളെ കൊണ്ടുപോകാൻ കേട്ടോ, മോള് കരയരുത് കേട്ടോ ഒന്നും നയന കൊച്ചിനോട് പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊച്ചിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പം എന്നിട്ട് ഞാൻ പോയിട്ട് വരാം മുത്തശ്ശിയെന്നും പറഞ്ഞുകൊണ്ട് നയന എന്നിട്ട് യാത്ര പറഞ്ഞു പോവുക. അങ്ങനെ നയന പോകുന്നത് കരഞ്ഞുകൊണ്ട് ചന്തുമോള് നോക്കുവാണ്. അങ്ങനെ നയന അവിടെ നിന്ന് പോയി. ആ സമയത്ത് അജയനാണെങ്കിൽ അമ്മയോട് പറയാം, ഇപ്പോൾ ആണെങ്കിൽ വീട്ടിലേക്ക് കയറാൻ പോലും തോന്നുന്നില്ലെന്ന്. അപ്പോൾ ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത് നിൻ്റെ അച്ഛൻ തന്നെയാണ്. എന്നിട്ട് ചേട്ടനും അനിയനും എല്ലാം അച്ഛനൊപ്പമല്ലേ നിന്നത്, ആരെങ്കിലും ഒന്ന് ആദർശനോട് പോകരുതെന്ന് പറഞ്ഞോ, പ്രത്യേകിച്ച് നീയും ജയനും എന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ അത് അമ്മ എന്ന് പറഞ്ഞ് അജയൻ ഇങ്ങനെ നിൽക്കുന്നു. കൊച്ചിനെയും കൂട്ടിമുത്തിച്ച് അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ നവ്യ അയാളെ പോലെ ഒരാൾക്ക് വേണ്ടി അവൾ പിന്നാലെ പോയത് ശരിക്കും മണ്ടത്തരമാണെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ പോകുമായിരുന്നോ എന്നൊക്കെ നവ്യ ഇരുന്ന് ചോദിക്കേട്ടോ. അയാളെ സ്വാർത്ഥൻ, അയാളുടെ സുഖവും സന്തോഷവും തേടി പോവുക എന്നൊക്കെ നവ്യ. അപ്പം ഇതൊക്കെ അവന്തിക നിന്ന് കേൾക്കുക. അതുപോലെ അബിയും ജലജയും. അപ്പോഴാണ് മുത്തശ്ശിയും അജയനും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഈ സമയത്ത് അവൾക്കൊരു കൂട്ട് വേണമെന്ന് ഇവിടെ ഉള്ളവരെങ്കിലും വിചാരിക്കണമായിരുന്നു എന്നൊക്കെ നവ്യ നിന്ന് പറയുമ്പോൾ എന്താ ഇവള് പറയുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശി. അല്ല, ആദർശ് മാത്രമേ ഉള്ളൂ അവിടെ നയനയ്ക്ക് കൂട്ടുള്ളൂ എന്ന് നവ്യ പറയായിരുന്നു. അതൊരു കണക്കിന് ശരിയല്ലേ അമ്മയെന്ന് ജലജ പറയണു. അതുമാത്രമല്ലല്ലോ മുത്തശ്ശി, ആദർശിന് പിന്നാലെ നയനയും പോയി. അവർ രണ്ടാളെയുമാണ് ഇവൾ അച്ഛനെന്നും അമ്മയെന്നും വിളിക്കുന്നത്. അപ്പോൾ ഇവളും അവിടെ തന്നെയല്ലേ കഴിയേണ്ടതെന്ന് നവ്യ ചോദിച്ചു. അപ്പോൾ കൊച്ചിങ്ങനെ നോക്കുക. അപ്പോൾ ജലജയും അബിയും പേടിച്ചു, ദൈവമേ വല്ലതും വിളിച്ച് പറയുമോ എന്നുള്ളൊരു ഇതിൽ നിൽക്കുമ്പം ഇപ്പോൾ ഇവിടെ ആദർശമില്ല നയനയും ഇല്ല, അതുണ്ടാക്കിയ നഷ്ടം എത്രയാണെന്ന് പറയാനും പറ്റില്ല എന്ന് അജയൻ നവ്യയോട് പറഞ്ഞു. ഇനിയിപ്പോൾ ചന്തുമോളും കൂടി ഇവിടെ ഇല്ലെങ്കിൽ ഏട്ടത്തേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനുള്ളിടത്തല്ലേ മോള് നിൽക്കേണ്ടതെന്ന് നവ്യ ചോദിച്ചു. അപ്പം അത് ശരിയാണെന്ന് ജലജ. അപ്പം മുത്തശ്ശി അത് ശരിയാണോടി, അത് ശരിയാണല്ലേടി എന്ന് മുത്തശ്ശി ജലജയോട് ചോദിച്ചു. അതാണ് ശരിയല്ലോടി എന്നും ചോദിച്ചുകൊണ്ട് ചെന്നില്ലേ ജലജയുടെ നേർക്കെ. എന്നിട്ട് ജലജയുടെ ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ ഒരെണ്ണം അങ്ങ് കൊടുത്തു. കിട്ടാത്തത് ചോദിച്ച് മേടിച്ച് നമ്മുടെ ജലജ കവിളും പൊത്തിപ്പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക. മുത്തശ്ശിക്ക് ആട്ടിമുട്ടി വിറഞ്ഞു വരുവാണ്. അന്നേരത്തേക്ക് നവ്യ ചോദിച്ചു, അതിനെതിരെ മുത്തശ്ശി അമ്മയെ തല്ലിയത്? ഞാനല്ലേ ഇവളെ അവർക്കൊപ്പം നിർത്തണമെന്ന് പറഞ്ഞത്, അപ്പം എന്നെയല്ലേ തല്ലേണ്ടതെന്ന് നവ്യ ചോദിക്കുമ്പം തല്ല് കൊള്ളേണ്ടതേ ഇവൾക്കും ഇവനുമാണെന്ന് അജയൻ അന്നേരം പറഞ്ഞു. ഈ വീട്ടിലുള്ളവരെല്ലാം നവ്യേ
നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് അജയൻ പറഞ്ഞു. പക്ഷേ നീ അത് അറിയാതെ മറ്റുള്ളവരെ ശപിച്ചും പഴി പറഞ്ഞുമൊക്കെയാണ് നടക്കുന്നതെന്നും അജയൻ കലി കയറിയപ്പോൾ അങ്ങ് വിളിച്ചു പറയുക. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആദർശ് പടിയിറങ്ങി പോയപ്പോൾ എൻ്റെ പകുതി ജീവൻ പോയതാണെന്ന് മുത്തശ്ശി പറയണു. പിന്നെ ഇപ്പം നയനമോളും കൂടി പോയതോടെ ഞാൻ മരിച്ച അവസ്ഥയിലെ ഇപ്പം ഈ വീട്ടിൽ ജീവിക്കുന്നത്. ഇവിടെ പലരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി വേണ്ടാത്ത വർത്തമാനങ്ങൾ ആര് പറഞ്ഞാലും ശരി, അത് ഞാൻ കേട്ടുകൊണ്ട് നിന്നൊന്നും വരില്ല എന്നും മുത്തശ്ശി പറയണു. അത്രയ്ക്ക് മനസ്സ് പൊള്ളിയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നും മുത്തശ്ശി പറയണേ. അവന്തിക അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അടിയും കൊടുത്ത് മുത്തശ്ശി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം അജയനാണെങ്കിൽ ചന്തുമോളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പം എല്ലാവർക്കും എന്തൊരു സ്നേഹം അവളോട് എന്ന് നവ്യ. അപ്പം അതൊരു കൊച്ചു കുഞ്ഞല്ലേ ഏട്ടത്തി, പാവല്ലേ ചന്തുമോളെന്ന് അവന്തിക. ഒരു പാവം വന്നേക്കുന്നു, അവൾ വളർന്നു വരുമ്പോൾ കാണാം അവളുടെ പാവത്തരമൊക്കെ എന്താണെന്ന്. അമ്മയെപ്പോലെ ആയിരിക്കും അവളും വളരാൻ പോകുന്നത്. പിന്നെ വളർത്തിക്കോട്ടെ, ഒരു സമയം കഴിയുമ്പോൾ അവൾ പേദോഷം കേൾപ്പിച്ചോളും ഈ കുടുംബത്തിന് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ. നീ എന്തിനാ ചുമ്മാ ചന്തുമോളെ ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന് അഭി ചോദിച്ചു. ഞാൻ പറയാനുള്ളത് പറയൂടാ, എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേടാ എന്ന് നവ്യ വലിയ അഹങ്കാരത്തോടു കൂടി ചോദിക്കുകയാണ്. ഇവിടെ ജീവിക്കാൻ അവളെന്താടാ നിന്റെ മോളാണോ എന്ന് നവ്യ ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് അഭിയും ജലജയും അവന്തികയും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക. പിന്നെ ചന്തുമോളുടെ അച്ഛനാണ് ആദർശ്, അപ്പോൾ അയാൾക്കൊപ്പമാണ് അവൾ ജീവിക്കേണ്ടത്. അത് പറയുന്നതിൽ എന്താടാ തെറ്റിരിക്കുന്നത്? അതല്ലേ ശരിക്കും ശരി, അതല്ലേ സംഭവിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിടന്ന തുള്ളുവാണ് നവ്യയെ. ഇവരാരും ഒന്നും മിണ്ടുന്നുമില്ല. അങ്ങനെ അതും സംസാരിച്ചിട്ട് അതങ്ങ് കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന മുത്തശ്ശനെയാണ്. മുത്തശ്ശൻ ഇങ്ങനെ മുറിയിലിരിക്കുമ്പോൾ മുത്തശ്ശൻ കയറി ചെന്നും നയനമോളും പോയി, എല്ലാവരും പോയി എന്നും പറഞ്ഞു. അപ്പോൾ വീട് ഉറങ്ങി. ഗുരുവായൂരോട്ട് പോയാലോ എന്ന് ആലോചിക്കാം ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം, ഗുരുവായൂരോ? അവിടെ ആരിയിരിക്കുന്നു? ഗുരുവായൂരപ്പൻ, അല്ലാണ്ട് ആരാ അവിടെ ഉള്ളതെന്ന് മുത്തശ്ശി ദേഷ്യത്തോട് മുത്തശ്ശനോട് ചോദിക്കാം. അപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞില്ലേ, വാർദ്ധക്യമാകുമ്പം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഭക്തിയും ഭജനവും ഒക്കെ ആയി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കൂടണമെന്ന് മുത്തശ്ശൻ അന്നേരം ഒന്ന് നോക്കി ചിരിച്ചു. ഇദ്ദേഹം വരണ്ട, എനിക്ക് അങ്ങോട്ട് തനിയെ പോകാനാ തോന്നുന്നത്, ജീവിതത്തിൽ ആദ്യമായിട്ടെന്നും പറഞ്ഞ് മുത്തശ്ശി സങ്കടപ്പെടുന്നു, കരയണു. എനിക്കിനി തർക്കിക്കാനൊന്നും വയ്യ. ഞാൻ എന്തു പറഞ്ഞാലും ഇദ്ദേഹത്തിന് ഓരോരോ ന്യായീകരണങ്ങളുണ്ടെന്നുള്ള കാര്യവും മുത്തശ്ശനോട് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ നടക്കുക ഞാനെന്നൊക്കെയാണ് മുത്തശ്ശനോട് പറഞ്ഞ്. ഞാനിത് വെറുതെ ഒന്നും പറയുന്നതല്ല, മിക്കവാറും ഞാൻ അത് തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശൻ്റെ അരികിൽ ചെന്നങ്ങിരുന്നു. അപ്പോൾ അങ്ങനെ മുത്തശ്ശിയെ നോക്കിയിട്ട് ഭർത്താവ് പോയയിടത്തേക്ക് ഭാര്യ പോയി. ദേവയാനി അവർക്കൊപ്പം പോകാൻ പോയപ്പോൾ ജയൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ദേവയാനി ഇവിടെ നിന്നത് എന്ന കാര്യം മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി നമ്മളോട് തലയും തിരിച്ചിങ്ങനെ ഇരിക്കട്ടോ. കൊച്ചുമോനും അവളുടെ ഭാര്യയും മകനും അവളുടെ ഭാര്യയും പിന്തുടരുന്നത് ഈ പ്രായത്തിൽ താൻ തിരുത്തുകയാണല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ തിരുത്താതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, കരഞ്ഞ് കാലം കഴിക്കാൻ എനിക്ക് വയ്യ എന്ന് മുത്തശ്ശനോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ മുത്തശ്ശൊന്നും മിണ്ടുന്നില്ല. ഭഗവാന്റെ സന്നിധിയിൽ പോയിരിക്കുമ്പോൾ എല്ലാം മറന്ന് ഭഗവാനെ സേവിച്ച് അവിടെ കഴിയാലോ എന്നൊക്കെ മുത്തശ്ശി. അതൊരർത്ഥത്തിൽ സുഖം തേടിയുള്ള പോക്കല്ലേ എന്ന് മുത്തശ്ശൻ അന്നേരം മുത്തശ്ശിയോട് ചോദിച്ചു. അതെ, ജീവിത സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഭക്തിക്കൊപ്പം മനസമാധാനം ഉണ്ടാവും. കുടുംബത്തിൻ്റെ നൂലാമാലകളിൽ നിന്നകന്ന് അമ്പലനടയിൽ അഭയം തേടുമ്പോൾ പിന്നെ സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല, ഭക്തനും ഭഗവാനും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതും വേണ്ടതാണോ ഇദ്ദേഹം പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വസുന്ധരയ്ക്ക് ഇപ്പം എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഇത്രയ്ക്ക് ശിക്ഷിക്കാനും മാത്രം വലിയ തെറ്റൊന്നും ആദർശ് ചെയ്തിട്ടില്ല എന്ന കാര്യം മുത്തശ്ശി ഇങ്ങനെ പറയുക. നയനമോളോട് അവൻ്റെ പിന്നാലെ പോയതോടെ ഈ വീട് ശൂന്യമായതുപോലെയാണെന്ന കാര്യവും മുത്തശ്ശി പറഞ്ഞു. ഗുരുവായൂർ അമ്പലത്തിൽ വാർദ്ധക്യം കഴിച്ചു കൂട്ടണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞത് വളരെ വളരെ സീരിയസ് ആയിട്ടാണെന്ന കാര്യം മുത്തശ്ശൻ പറയുക. അത് താൻ ഒറ്റയ്ക്ക് പോകാനല്ല, നമുക്ക് ഒന്നിച്ചു പോകാൻ വേണ്ടിയിട്ടാണെന്ന കാര്യവും മുത്തശ്ശൻ പറയുന്നു. എന്നാൽ അങ്ങനെ പോകുന്നതിന് മുൻപ് തലയുയർത്തിപ്പിടിച്ച് ഒറ്റയാനെ പോലെ ഇറങ്ങുന്ന എൻ്റെ കൊച്ചുമോനെ എനിക്ക് കാണണം എന്ന് മുത്തശ്ശൻ പറയുന്നു. താനത് കേട്ടില്ലേ? ആദർശ തലയെടുപ്പോടെ തിരിച്ചു വരുന്നത് എനിക്ക് കാണണമെന്ന്. അത് കേട്ടപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ ഞെട്ടിപ്പോയി. മുത്തശ്ശൻ എന്താണോ ഇത്രയും കാലം ചെയ്തത് അതിൻ്റെ പിറകിലെ ആ ഒരു രഹസ്യം മുത്തശ്ശിയോട് വെളിപ്പെടുത്തുന്നു. അപ്പോഴത്തേക്കും അന്തം വിട്ടിരിക്കാം. ഈ അടുത്ത സമയത്ത് ഇയാൾ വായിച്ചിട്ടില്ലേ, വടക്കേ ഇന്ത്യയിലെ കോടീശ്വരന്മാരുടെ മക്കൾ ഇവിടെ വന്ന് ആരും അറിയാതെ ഹോട്ടൽ ജോലിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലേ? ഭക്ഷണം വിളമ്പുകയും മറ്റുള്ളവരുടെ എച്ചിൽ പാത്രം കഴുകുന്നത്, ആ ഒരു കഥ താൻ വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു.
കുട്ടികൾ താഴെ തട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നും അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും പരിശീലിപ്പിച്ചെടുത്തതെന്നുള്ള കാര്യങ്ങളും മുത്തശ്ശൻ പറയത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് സമാധാനമായി. അതുകൊണ്ടല്ലേ ഒരിക്കൽ വിശപ്പ് എന്താണെന്ന് ചോദിച്ച ജയനെയും അജയനെയും പോലും പട്ടിണിക്കിടാൻ ഞാൻ തന്നോട് പറഞ്ഞത് എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുക. അവന്മാർ വിശപ്പ് എന്താണെന്ന് അനുഭവിച്ചു മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മളുടെ ബിസിനസ്സിൻ്റെ അവസ്ഥയൊന്നും. ഞാൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രബലനായ ഒരു ശത്രു. അതും നമ്മുടെ ബിസിനസ്സിനെ തകർക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ കുടുംബത്തെ തൂത്തെറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ശത്രു നമ്മളുടെ പിന്നാലെ ഉണ്ടെന്ന്. അപ്പം മുത്തശ്ശി ഞെട്ടിപ്പോയേ. അപ്പോൾ ആ ശത്രുവിനെ നമ്മുടെ സപ്പോർട്ടോടുകൂടി MD കസേരയിലിരിക്കുന്ന ആദർശിന് കണ്ടെത്താൻ കഴിയില്ല എന്ന കാര്യം മുത്തശ്ശിയോട് പറയണം. അതിനവൻ പുറത്തുനിന്ന് തന്നെ ശ്രമിക്കണം. അങ്ങനെ പുറത്തുനിന്ന് ശ്രമിക്കണമെങ്കിൽ അവന് വാശി ഉണ്ടാകണമെന്ന കാര്യം മുത്തശ്ശൻ പറയാം. അവൻ്റെ ആത്മാഭിമാനം വ്രണപ്പെടണം. ഇതൊക്കെ കേട്ട് മുത്തശ്ശി അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. എനിക്കറിയാമായിരുന്നു നയനമോൾ അവൻ്റെ പിന്നാലെ തന്നെ പോകുമെന്ന്. അവൻ്റെ ബാക്ക് ബോൺ നയനയാണ്. അതുകൊണ്ടാണ് വയറ്റിലൊരു കുഞ്ഞുള്ള മോളോട് ഞാൻ മനുഷ്യത്വം ഇല്ലാതെ പെരുമാറിയതെന്നുള്ള കാര്യവും മുത്തശ്ശൻ പറയുവാണേ. ഇന്ന് നയനയും ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇനി അവർ ഒന്നിച്ച് യാത്ര തുടരും. അവനെ സഹായിക്കാൻ അവളെപ്പോലെ ടാലൻ്റ് ഉള്ളവർ ചിലർ പുറത്തും ഉണ്ടെന്ന കാര്യവും മുത്തശ്ശൻ പറയാം. കിരണിൻ്റെയും കല്യാണിയുടെയും ഒക്കെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യവും മുത്തശ്ശൻ പറഞ്ഞു. ഇനി നന്ദുവിനെ പോലെ ഒരു പോലീസ് ഓഫീസറും അവർക്ക് കട്ടയ്ക്ക് സപ്പോർട്ടിനായിട്ട് കൂടെയുണ്ട്. അപ്പോൾ അവർ രാപ്പകലില്ലാതെ തിരയും. അതിൻ്റെ അവസാനം മൂർത്തി ജ്വല്ലറിയുടെ പതനത്തിന് കാരണമായവരെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന കാര്യവും മുത്തശ്ശിയോട് പറയണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദർശിന് കൊടുത്ത പരീക്ഷണം തന്നെയാണിതെന്നുള്ള കാര്യവും മുത്തശ്ശൻ പറയണം. അവനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കില്ല എന്ന് പറയാറില്ലേ എന്ന് ചോദിച്ചു. അവൻ പുറത്തു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞേനെ ഇറങ്ങിപ്പോവാനെന്ന് മുത്തശ്ശിയോട് പറയണേ. അല്ലെങ്കിൽ അതിന് സമാനമായ വാക്കുകൾ ഞാൻ അവനോട് പറഞ്ഞേനെ. അതിന് കാരണം ഈ തറവാടിനകത്ത് നിൽക്കുന്ന ആദർശിന് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുക. എന്നാൽ പുറത്തിറങ്ങിയവൻ കുറച്ചുകൂടി അപകടകാരിയായി മാറുമെന്നും എതിരാളികൾക്ക് എന്നുള്ള കാര്യവും മുത്തശ്ശൻ പറയണം. താൻ കേട്ടിട്ടില്ലേ ചില നേതാക്കളെ പറ്റി പറയുന്നത് ഭരണത്തിലിരിക്കുന്നതിനേക്കാളും ഡേഞ്ചറാണ് അവർ പ്രതിപക്ഷത്തിരുന്നാലെന്ന്? അതുതന്നെയാണ് ആദർശിൻ്റെയും അവസ്ഥ. ഇവിടെ അവൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ മൂർത്തി ജ്വല്ലറി പഴയതിനേക്കാളും പ്രൗഢിയോടെ മുകളിലോട്ട് പോകുമെന്ന് 100% ഉറപ്പാണെന്നും അതല്ല അവൻ ഇവിടെ തോൽവിയാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടന്നെന്ന് വരില്ലെന്നുള്ള കാര്യവും പറയാം മുത്തശ്ശൻ. എന്നാൽ ആദ്യം പറഞ്ഞത് മാത്രമേ സംഭവിക്കൂ. ആദർശിനെ എനിക്കറിയാം. ഇതൊക്കെ പിന്നെ എന്തുകൊണ്ടാ നേരത്തെ എന്നോട് പറയാതിരുന്നതെന്ന് മുത്തശ്ശനോട് ചോദിച്ചപ്പോൾ മുത്തശ്ശനൊന്ന് ചിരിച്ചു. എങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ ഇതുപോലെ കുറ്റപ്പെടുത്തില്ലായിരുന്നല്ലോ എന്നും മുത്തശ്ശി പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശൻ ചെന്ന് മുത്തശ്ശിയുടെ അടുത്ത് ചേർന്നിരുന്നിട്ട്, അതെ എടോ വസുന്ധരെ, മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ എനിക്ക് എങ്ങനെയാണെന്ന് തനിക്ക് നല്ലതുപോലെ അറിയില്ലേടോ എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് ആദർശും അനിയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണെന്ന കാര്യം മുത്തശ്ശൻ പറയുക. താൻ എന്നോട് കഴിഞ്ഞ ദിവസം പരിസരം മറന്ന് ചൂടായപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയില്ലേ ഇവിടെ നിന്ന്? നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണെന്നുള്ള കാര്യം മുത്തശ്ശിയോട് പറയുവാണ്. നല്ല നെഞ്ചുവേദന ഉണ്ടായിരുന്നു എനിക്ക്. ECG എടുത്തിട്ട് ഡോക്ടർ 1 മണിക്കൂർ ICUയിൽ കിടക്കാൻ പറഞ്ഞു. അവിടെ ഞാൻ കിടന്നുവെന്നും പിന്നെ ആദർശ് പടിയിറങ്ങിപ്പോയതേ തന്നെക്കാളും ഹൃദയം പൊട്ടുന്ന വേദന തന്നെയാടോ എനിക്ക്. അത് താൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഇന്ന് നയനമോള് പോയ സമയത്ത് ഞാൻ താഴേക്ക് വന്നില്ല. അത് കണ്ടു നിന്നാൽ ചിലപ്പോൾ എൻ്റെ ചങ്ക് നിന്ന് പോകും. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് നിറകണ്ണുകളോടെ മുത്തശ്ശൻ ആ സത്യം പറയുന്നേ. ഞാൻ അമ്പലത്തിൽ പൂജാരിയോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ നടക്കുന്ന പൂജകളെ പറ്റിയൊന്നും തന്നോട് പറയരുത്, പറയാൻ പാടില്ല എന്ന്. പക്ഷേ ആദർശിനു വേണ്ടിയിട്ട് നയനമോൾക്ക് വേണ്ടിയിട്ടും ചെയ്യേണ്ട പൂജകളും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അതിൽ ഈ കുടുംബത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആദർശമോൻ ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ പാടില്ല എന്ന കാര്യവും പറയാം. അതുകൊണ്ട് തൽക്കാലം ഇതല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് ഇനിയും ഞാൻ അവനെ അവഗണിക്കുമെന്നും മുത്തശ്ശൻ പറയാം. പക്ഷേ എൻ്റെ വസുന്ധരയെ എനിക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം തന്നോട് പറഞ്ഞതെന്നുള്ള കാര്യവും മുത്തശ്ശിയോട് പറയുക. ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു, ആദർശ് ജനിച്ചപ്പോൾ മുതൽ അവന് ഏറ്റവും കൂടുതൽ ലാളിച്ച അവൻ്റെ മുത്തശ്ശൻ എന്താ ഇങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന്. ഇപ്പോഴാ എനിക്കൊന്ന് സമാധാനമായിരുന്നു പറഞ്ഞപ്പോൾ. ഇനി എന്നെ കൂട്ടാതെ ഗുരുവായൂർ അമ്പലനടയിൽ ഇരിക്കണം എന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒരിക്കലും ഇല്ല, പോകുമ്പോൾ നമുക്ക് ഒന്നിച്ച് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം
പോകാം. വാർദ്ധക്യം എന്നത് ഒരു വലിയ ബാധ്യതയാണെന്നും നമുക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും അത് അങ്ങനെയാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അവിടെ മക്കളുടെ സ്വസ്ഥമായ ജീവിതത്തിന് നമ്മൾ ഒഴിഞ്ഞു പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നും പറയാട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ സങ്കടം ഓർത്ത് നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടി അരികിൽ നിർത്താം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ പോയി ഭഗവാനിൽ ലയിച്ചു തീരണം. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും അത് തന്നെയാണ് വേണ്ടതെന്നുള്ള കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ മനസ്സിലെ ഭാരം മുഴുവൻ അങ്ങ് ഇറങ്ങിപ്പോയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുക. ഈ സമയത്ത് നവ്യ അബിയോടൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുവാണ്. അപ്പോൾ ഈ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പ്ലാനിങ് ഒന്നും ഈ പൊട്ടന്മാരും പൊട്ടികളും അറിയുന്നില്ല. മുത്തശ്ശനോട് അവിടെ ഇരുന്ന് നമ്മുടെ മുത്തശ്ശിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണല്ലോ. അപ്പോൾ ഈ വയറ്റിലൊരു കുഞ്ഞുള്ള സമയത്ത് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഒട്ടും ശരിയായില്ല. അതും ആദർശിനെ പോലെ ഉള്ള ഒരാളുടെ പിന്നാലെ അവൾ പോകാൻ പാടില്ലായിരുന്നു. ഇവിടെ അവളെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പ്രസംഗിക്കുക. ഇതൊരു പ്രതികാര ബുദ്ധിയോടെ വീട് വിട്ടു പോയ അയാളെ പിന്തുടർന്ന് പോകേണ്ട കാര്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം നിന്റെ അനിയത്തി പുരാണങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ട് പിന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ പോയിരിക്കുന്നത്. കാട്ടിലേക്ക് പോയ ശ്രീരാമനെ സീത അനുഗമിച്ചെന്ന്. അതിനെ ശ്രീരാമൻ ഒരു ഉത്തമ പുരുഷനായിരുന്നു, എല്ലാം തികഞ്ഞ ഒരു രാജകുമാരൻ, അതുപോലെയാണ് അയാൾ എന്ന് നവ്യ ചോദിക്കുമ്പോൾ ഇവൻ്റെ ചങ്കിൽ എവിടെയോ ചെറുതായിട്ട് കുത്തുന്നത് പോലെ. ഒരു സാധു പെൺകുട്ടിയെ സ്നേഹിച്ച് വഞ്ചിച്ചിട്ട് അവളുടെ ജീവിതം തുലച്ചിട്ട് എൻ്റെ അനിയത്തെ കല്യാണം കഴിച്ചില്ലേ, മനസാക്ഷി ഉണ്ടോ അയാൾക്ക് എന്നൊക്കെ നവ്യ അബിയോട് ചോദിക്കുമ്പോൾ കള്ളനെ പോലെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെയുള്ളവനെയാണ് ആദർശ പുരുഷനാക്കിയിട്ട് അവൻ്റെ പിന്നാലെ അവൾ പോയിരിക്കുന്നത്. പോട്ടടി, അതുകൊണ്ട് നിനക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് അബിതേ നവ്യോട് ചോദിച്ചു. അവരുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് തന്നെയാണ് അവർ പോയത്. അവർക്ക് സന്തോഷം കിട്ടുന്നത് അയാൾക്കൊപ്പം നിൽക്കുമ്പോഴാണ്, അതുകൊണ്ട് അവർ പോയി. എടാ, അയാൾ ഇവിടുന്ന് പോയപ്പോൾ ആ ചന്തമോൾ ഇവിടുന്ന് കൊണ്ടുപോയില്ല, എന്നാൽ പിന്നെ അവൾ പോയപ്പോഴെങ്കിലും കരഞ്ഞ് നിലവിളിച്ച് അയാളുടെ കുഞ്ഞിനെ അവൾക്ക് കൂടെ കൂട്ടിക്കൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുക നവ്യ. എന്തിനാടാ അയാളുടെ കുഞ്ഞിനെ നമ്മൾ കാണുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യ നിന്ന് പറയുമ്പോൾ ദേ നീ ഇങ്ങനെയൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അഭി. പ്രത്യേകിച്ച് അമ്മായിയുടെ മുന്നിൽ വെച്ച് സംസാരിക്കേണ്ട അവസരം വന്നാലേ ഞാൻ സംസാരിച്ചിരിക്കും, അതിനൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞായി നവ്യ. അല്ല, ഞാനതിനെ പേടിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ? നീയും കണ്ടതല്ലേ നേരത്തെ നടന്ന രംഗങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്. അവിടെ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. പിന്നെ നീയും നിൻ്റെ അമ്മയൊക്കെ താന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നിൻ്റെ അമ്മയുടെ കാരണത്തെ മുത്തശ്ശി അടിച്ചത്, അതറിയാവോ എന്ന് ചോദിച്ചു. ഇറക്കി വിടുന്നെങ്കിൽ ഇറക്കി വിടട്ടടാ, പക്ഷെ ജീവിക്കുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് നട്ടല്ലോടെ ജീവിക്കണമെന്നൊക്കെ നിന്ന് അങ്ങ് പ്രസംഗിച്ച് അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഈ നവ്യ അമ്മേ ഇവളെല്ലാം നശിപ്പിക്കുമെന്ന് തോന്നണേന്ന് പറഞ്ഞുകൊണ്ട് അഭി എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ജലജ സന്തോഷത്തോടെ കോഫി കുടിക്കുക. അപ്പോഴത്തേക്ക് മകൻ അങ്ങോട്ടേക്ക് വന്നു. ദേ അമ്മേ മര്യാദയ്ക്ക് നോക്കിയും കണ്ടൊക്കെ നിന്നു, അല്ലെങ്കിൽ ഇനിയും തല്ലുകൊള്ളേണ്ടി വരുമെന്ന് അഭി വന്ന് പറഞ്ഞു. തല്ലുന്നെങ്കിൽ തല്ലട്ടടാ. തല്ലട്ടേന്നോ? ഇതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചതാണോടാന്ന് ജലജ ചോദിക്കുക. പിന്നെ ഇപ്പൊ കുടുംബത്തിന്റെ നെടുന്തൂണിനെല്ലാവരും പറഞ്ഞവരാണ് പുറത്തു പോയിരിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? പിന്നെ അതിൻ്റെ കൂടെ അവൻ്റെ ഭാര്യയും കൂടെ പോയപ്പോൾ പൂർത്തിയായടാ എന്നൊക്കെ പറഞ്ഞ് ഈ വീട്ടിനകത്ത് എല്ലാ കുത്തിത്തിരിപ്പും ഉണ്ടാക്കി എല്ലാവരും തമ്മിൽ തെറ്റിച്ചത് നയനയല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് ജലജ ചോദിക്കുകയാണ്. അവൾ കൗശലക്കാരിയാടാ, അവൾ പോയതോടെ നമ്മളൊരു പരിധിവരെ രക്ഷപ്പെട്ടെന്ന് കരുതാന്ന് പറഞ്ഞു. ദേ അമ്മ ചുമ്മാ ഇപ്പോഴേ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട, രണ്ടെണ്ണം പുറത്തു പോയിട്ട് ചിലപ്പോൾ നയന ഇനി ആദർശനെ വിളിച്ചുകൊണ്ട് വന്നെന്നിരിക്കുമെന്ന് പറയുമ്പോൾ അവൻ ഒരിക്കലും വരില്ലടാന്ന് ജലജ പറയാം. മുത്തശ്ശി ഇടഞ്ഞു നിന്ന് കഴിഞ്ഞാൽ കാരണവർ എല്ലാ വാശികളും മാറ്റിവെക്കുന്ന കൂട്ടത്തിലാണെന്ന് അറിയാമല്ലോ, അതപ്പോൾ എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അഭി. അപ്പം എടാ നിനക്ക് മാത്രമൊന്നും അല്ല, നിൻ്റെ അമ്മയായ എനിക്ക് ഓർമ്മയായ ശേഷം ഇതുപോലൊരു തകർച്ച മൂർത്തി ജ്വല്ലറിക്ക് ഉണ്ടായിട്ടില്ലടാ. അതിനു മുൻപ് പറഞ്ഞു കേട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഇടിഞ്ഞു താഴുന്നതെന്നുള്ള കാര്യം ജലജ പറയുന്നു. ബിസിനസ് തകർന്ന അനന്തമൂർത്തി എന്ന നിന്റെ മുത്തച്ഛനെ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്നുള്ള കാര്യവും ജലജ അബിയോട് പറയണം. അതുകൊണ്ടേ ദേ ഇനി തിരിച്ചു വിളിക്കുമെന്നുള്ള ഭയമൊന്നും വേണ്ട, അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നും ജലജ പറഞ്ഞു. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അതുമാത്രമല്ലേ, കേരളത്തിലൂടെ AN ജ്വല്ലറി നമ്പർ 1 ആയി കഴിഞ്ഞാൽ മിക്കവാറും ആ ഷോപ്പിൻ്റെ മുത്തശ്ശൻ്റെ ഹൃദയം നിന്ന് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ ചപ്പനം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്തുന്നത് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.